ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക്. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലേക്ക് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ 2 സവാള ചെറുതായി കട്ട് ചെയ്തും 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തും 3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും. ഇനി പൊടികൾ ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഈ കാഷ്യൂ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ അങ്ങനെ ഒരുപാട് ഫ്രൈ ആയിട്ട് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ മിക്സ് ആക്കിയ ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ഇനി അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ അവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ തേങ്ങയുടെ ഇത് നമുക്ക് അരച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് 3-4 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.